തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം പ്രസിദ്ധമാണ്. അത്തംനാളിൽ ആരംഭിച്ച് തിരുവോണം നാളിൽ സമാപിക്കുന്ന അതിഗംഭീരമായ ആഘോഷമാണ് തൃക്കാക്കരയിലെ ഉത്സവം. ജാതിമത ഭേദമില്ലാതെ അസംഖ്യം ആളുകൾ ഇവിടെ നടത്തിവരുന്ന ഓണസദ്യയിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിലുണ്ട്. മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ സ്ഥലമായാണ് തൃക്കാക്കരയെ കരുതിപ്പോരുന്നത്. എറണാകുളത്തെ തൃക്കാക്കര പ്രദേശത്തുള്ള അതിപുരാതനമായ ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ശംഖ് ചക്ര ഗദാപദ്മധാരിയായ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു വിഗ്രഹമാണ് പ്രതിഷ്ഠ. എങ്കിലും മഹാവിഷ്ണുവിനെ തൻ്റെ 5ാമത്തെ അവതാരമായ വാമനമൂർത്തി സങ്കല്പത്തിലാണ് ആരാധിച്ചു പോരുന്നത്. തുല്യ പ്രാധാന്യത്തോടെ ഒരു ശിവക്ഷേത്രവും ശിവഭക്തനായിരുന്ന മഹാബലി ആരാധിച്ചിരുന്ന ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലേതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സ്വയംഭൂവായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വാമനമൂർത്തിയെ പ്രതിഷ്ഠിച്ചത് കപിലമഹർഷിയാണ്. ത്രിവിക്രമന്റെ പാദം പതിച്ച ഈ സ്ഥലത്തെത്തി മഹാവിഷ്ണുവിനെ തപസ്സു ചെയ്ത കപിലമഹർഷിക്ക് ഭഗവാൻ ദർശനം നൽകുകയും മഹർഷിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ഇവിടെ തന്നെ നിത്യവാസം ചെയ്തുകൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്രകാരം ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയത് കപിലമഹർഷിയാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തുള്ള ക്ഷേത്രക്കുളത്തിനെ കപിലതീർത്ഥം എന്നാണ് വിളിക്കുന്നത്. ക്ഷേത്രം തന്ത്രിയെയും മറ്റു തന്ത്രിമാരെയും മാത്രമേ ഈ കുളം ഉപയോഗിക്കുവാൻ അനുവദിക്കാറുള്ളൂ. ഉത്സവത്തിനോട് അനുബന്ധിച്ചുള്ള ആറാട്ട് പോലും ഈ കുളത്തിൽ നടക്കാറില്ല. പകരം ക്ഷേത്രമതിലിന് പുറത്തുള്ള കുളത്തിലാണ് ആ ചടങ്ങുകൾ നടത്തുന്നത്. ക്ഷേത്രത്തിന്റെ വടക്കുകിഴക്ക് ഭാഗത്താണ് ബ്രഹ്മരക്ഷസിന്റെ അമ്പലം. ആത്മഹത്യ ചെയ്ത ഒരു ബ്രാഹ്മണ ബാലനാണ് ബ്രഹ്മരക്ഷസായി കുടികൊള്ളുന്നത്. താൻ ചെയ്തുവെന്ന് ആരോപിക്കപ്പെട്ട ഏതോ ഒരു തെറ്റിന് വിധിച്ച ശിക്ഷയെ ഭയന്നും തൃക്കാക്കരയപ്പനെ ശപിച്ചുമാണ് ആ ബാലൻ ആത്മഹത്യ ചെയ്തത്. ആ ശാപം മൂലം കുറെ കാലം ക്ഷേത്രം നിത്യപൂജകളില്ലാതെ കാട് കയറിക്കിടന്നിരുന്നു. പിന്നീട് നടന്ന ക്ഷേത്ര പുനരുദ്ധാരണത്തോടു കൂടിയാണ്
ആ ബാലനെ ബ്രഹ്മരക്ഷസായി പ്രതിഷ്ഠിക്കുന്നത്. വാമനമൂർത്തിയുടെ അവതാര ദിവസവും മഹാവിഷ്ണുവിന്റെ തിരുനാളുമായ തിരുവോണം നാളിലാണ് ക്ഷേത്രോത്സവം. മാത്രവുമല്ല, മഹാബലിയെ അനുഗ്രഹിച്ച ദിവസവും തിരുവോണം നാളിലാണ്. കേരളീയന്റെ ഓണാഘോഷവുമായി ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ ഒരു ബന്ധവുമുണ്ട്. ചേര സാമ്രാജ്യത്തിന്റെ കാലത്താണ് കേരളത്തിൽ ഓണം ആഘോഷിച്ചു തുടങ്ങിയത്. ചേരമാൻ പെരുമാളാണ് തിരുവോണം നാളിൽ ആഘോഷിച്ചു വന്ന ക്ഷേത്രോത്സവം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ആഘോഷിക്കണമെന്ന് നിർദ്ദേശിച്ചത്. അതേ തുടർന്നാണ് കേരളത്തിൽ ഓണം ആഘോഷിച്ചു തുടങ്ങിയത്. ചേരമാൻ പെരുമാളിന്റെ രാജ്യാതിർത്തിക്കുള്ളിലെ നാടുവാഴികൾ ഒത്തുകൂടിയിരുന്നത് തിരുവോണാഘോഷവേളയിൽ ഈ ക്ഷേത്രാങ്കണത്തിലായിരുന്നു. കർക്കടകത്തിലെ തിരുവോണനാളു മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന 28 ദിവസത്തെ ആഘോഷമായിരുന്നു അന്നൊക്കെ. പിന്നീട് അത്തം മുതൽ 10 ദിവസത്തെ ആഘോഷമായി അത് ചുരുങ്ങിക്കൂടി. 12-ാം നൂറ്റാണ്ടോടുകൂടി പ്രതാപം നഷ്ടപ്പെട്ടു തുടങ്ങിയ ക്ഷേത്രം നിത്യപൂജകൾ ചെയ്യാൻ പോലും കഴിയാതെ കുറേക്കാലം കാടുകയറി കിടന്നിരുന്നു. ഒടുവിൽ 1901 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് ക്ഷേത്രം നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയതും പിന്നീട് സംരക്ഷിച്ചു പോന്നത്. 1941 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ ക്ഷേത്രം അതിൻ്റെ കീഴിലായി.